നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ടതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള ചില അറിയിപ്പുകൾ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കടമെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാവകാശം വീണ്ടും നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിലൊക്കെ കേസ് എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പുതിയ ആനുകൂല്യ നടപടികളിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു, 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ പെൻഷൻ തുക, ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുമെന്നുള്ള ഒരു കാര്യം. ഇതിൽ ഒരു ആശ്വാസം നൽകുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അറിയാം, 6 മാസത്തെ തുക ഈ മാസത്തേക്ക് ആകുമ്പോഴത്തേന് 7 മാസത്തെ തുകയിലേക്ക്, കുടിശ്ശികയിലേക്ക് എത്തുകയാണ്. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും നൽകിയിരുന്നില്ല. മാത്രമല്ല, ഇലക്ഷന് മുമ്പാകെ 2 മാസത്തെ തുക മാത്രം വിതരണം ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് ധനകാര്യമന്ത്രി മുൻപ് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരുന്നത്. മാത്രമല്ല, മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു അറിയിപ്പ് കൂടി വന്നിരുന്നു. ക്ഷേമ പെൻഷൻ സർക്കാർ ദയോടുകൂടിയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സഹായമാകുന്ന രീതിയിൽ നൽകുന്നതാണ്, ആരും കോടതികളിൽ പോയി വാങ്ങേണ്ടതല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ചില നടപടികൾ അല്ലെങ്കിൽ ചില വർത്തമാനങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുമൊക്കെ എത്തിയിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നടപടി വന്നിരിക്കുന്നത് 13,000 കോടി രൂപയ്ക്ക് മുകളിൽ കടമെടുക്കാനുള്ള അനുമതി നൽകിയതോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു അയവ് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ 3 മാസത്തെ വരെ ക്ഷേമ പെൻഷൻ തുക ഉടനെ ലഭ്യമാകും എന്നുള്ളതാണ് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, നിങ്ങൾക്ക് മുഴുവൻ കുടിശ്ശിക ഇനത്തിലുള്ള തുകയും നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമാകില്ല. പക്ഷേ ഈ ഒരു 3 മാസത്തെ തുക കൂടി ലഭിച്ചാൽ പോലും ഏപ്രിൽ മാസം ആകുമ്പോൾ മുതൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 1 മാസത്തെ വീതം തുക ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ കാരണമെന്ന് പറയുന്നത്, ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷമാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന് വീണ്ടും കടമെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. ഈ ഒരു നടപടി വരുന്നതോടുകൂടി തന്നെ വരുന്ന ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തുക ഓരോ മാസത്തെയും ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എന്തിനായാലും ഈ ഒരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണിത്. വളരെയധികം ആളുകളാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എല്ലാ ദിവസവും പറയേണ്ടതായിട്ട് വരുന്നത്. കാരണം പ്രത്യേകിച്ച് പലതരത്തിലുള്ള അറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻപത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു, കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പെൻഷൻ തുക വിതരണം ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ശമ്പളം വിതരണം ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണിത്. ഈ ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. എന്ത് തന്നെയായാലും 3 മാസത്തെ പെൻഷൻ തുകയിലേക്കാണ് തുക നമുക്ക് എത്താൻ പോകുന്നത് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.